തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 24-ാം അധ്യായം. പുരോഹിത ഗണങ്ങൾ. അഹ്റോൻ കുടുംബത്തിൻ്റെ ശാഖകൾ ഇവയാണ്. അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലിയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലിയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹ്റോൻ്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലിയാസർ കുടുംബത്തിൻ്റെ തലവനായ സദോക്കിൻ്റെയും ഇത്താമർ കുടുംബത്തിൻ്റെ തലവനായ അഹിമലേക്കിൻ്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലിയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലിയാസറിൻ്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിൻ്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗങ്ങളിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുക്കന്മാർ, പുരോഹിതനായ സാദോക്ക്, അബിയാദറിൻ്റെ മകൻ അഹിമെലേക്ക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുലത്തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനേലിൻ്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ഷെമായ ഏലയാസറിൻ്റെയും ഇത്താമറിൻ്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്കു വീണതനുസരിച്ച് 1-ാമൻ ഹോയാറബ്, 2-ാമൻ യദായ, 3-ാമൻ ഹാരിം, 4-ാമൻ സെവോരിം, 5-ാമൻ മൽക്കിയ, 6-ാമൻ മിയാമിൻ, 7-ാമൻ ഹാക്കോസ്, 8-ാമൻ അബിയ, 9-ാമൻ യെശുവ, 10-ാമൻ ഷെക്കനിയ, 11-ാമൻ ഏലിയാശീബ്, 12-ാമൻ യാക്കീം, 13-ാമൻ ഹുപ്പ, 14-ാമൻ യെഷെബെയാബ്, 15-ാമൻ പിൽഗ, 16-ാമൻ ഇമ്മർ, 17-ാമൻ ഹെസിർ, 18-ാമൻ ഹപ്പിസസ്, 19-ാമൻ പെത്താഹിയ, 20-ാമൻ യഹെസ്കോൽ, 21-ാമൻ യാക്കിൻ, 22-ാമൻ ഗാമൂൽ, 23-ാമൻ ദലായ, 24-ാമൻ മാസിയ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ്റെ നിശ്ചയക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ: അമ്രാമിൻ്റെ മക്കളിൽ ശുബായേൽ, അവൻ്റെ മക്കളിൽ യഹ്ദയ, റഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ, ഇസ്ഹാത്തിരിൽ ഷെലോയോത്ത്, അവൻ്റെ മക്കളിൽ യാഹെത്ത്. ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യെറിയ, അമരിയാം, യഹസിയേൽ, യക്കാമെയ. ഉസിയേലിൻ്റെ പുത്രന്മാർ മിഖ, അവൻ്റെ മക്കളിൽ ഷമീർ. മിഖായുടെ സഹോദരൻ ഇഷിയ, അവൻ്റെ മക്കളിൽ സക്കറിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി, യാസിയ. മെറാറിയുടെ പുത്രനായ യസിയായുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ പുത്രൻ എലിയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിൻ്റെ പുത്രൻ യറഹ്മേൽ. മുഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെറിമോത്ത്. ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിൻ്റെയും സദോക്കിൻ്റെയും അഹിമെലേക്കിൻ്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്രത്തലവന്മാരുടെയും ലേവ്യ വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലുപ്പച്ചെറുപ്പമന്യേ നറുക്കിട്ടു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 25-ാം അധ്യായം. ഗായകഗണങ്ങൾ. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ,
യെദുഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും: ആസാഫിൻ്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാറെല പിതാവായ ആസാഫിൻ്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗെദാലിയ, സേരി, യെശായ, ശിമെയി, ഹഷാബിയ, മത്തീത്യ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ യെദുഥൂനിൻ്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാൻ്റെ പുത്രന്മാർ ബുക്കിയ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, യെറിമോത്ത്, ഹനാനിയ, ഹാനാനി, എലിയാത്ത, ഗിദാൽതി, റോമന്തിയേസർ, യോഷ്ബക്കാശ, മല്ലോത്തി, ഹോത്തിർ, മഹസിയോത്ത്. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാൻ്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവന് നൽകി. ഇവർ കർത്താവിൻ്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യെദുഥൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പച്ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു. തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തേത് ഗെദാലിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യെഷാറേലായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യശായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്താനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമെയിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11 അസറേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12 ഹഷാബിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13 ഷബയേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14 മത്തീത്യായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15 യെറേമോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16 ഹനനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17 യോഷ്ബക്കാശയ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 18 ഹനാനിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 19 മല്ലോത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20 ഏലിയാഥായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21 ഹോത്തിറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22 ഗിദാൽദിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23 മഹസിയോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24 റൊമാന്തിയേസറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 1 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം. വാതിൽ കാവൽക്കാർ. ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ. കൊറാഹ്യരിൽ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോരയുടെ പുത്രൻ മെഷെലെമിയ.
അവൻ്റെ പുത്രന്മാർ പ്രായക്കമർത്തിൽ സഖറിയ, യദിയേൽ, സെബദിയ, യത്നിയേൽ, ഏലാം, യഹോഹനാൻ, എലിയഹോവനായി. ഓബദ് എദോമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ, യഹോസബാദ്, യോവ, സാഖാർ, നെഥാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവുലേത്തായ്. ദൈവം ഓബദ് എദോമിനെ അനുഗ്രഹിച്ചു. അവൻ്റെ പുത്രനായ ഷെമയായുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമയായുടെ പുത്രന്മാർ ഓത്നി, റെഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരായ എലീഹു, സെമാക്കിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് എദോമിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് എദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷെലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സക്കറിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരും ആയി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പിതൃകുടുംബക്രമമനുസരിച്ച് വലുപ്പ-ചെറുപ്പ ഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിൻ്റെ നറുക്ക് ഷെലമിയായ്ക്ക് വീണു. അവൻ്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്കറിയായ്ക്ക് വടക്കേ വാതിലിൻ്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിലിൻ നറുക്കനുസരിച്ച് ഓബദ് എദോമിന് കിട്ടി. അവൻ്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേഖെത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ശുപ്പിമിനും ഹോസിയായ്ക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനംപ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ, സംഭരണശാലകളിൽ 2 പേർ, പർബാറിൽ 2 പേർ, അതിനു പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹ്യരിലും മെറാര്യരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗെർഷോന്യനായ ലാദാൻ്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവൻ്റെ പുത്രന്മാരായ സേഥാമും സഹോദരൻ ജോയേലും കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാമ്യരും ഇസ്ഹാര്യരും ഹെബ്രോണ്യരും ഉസിയേല്യരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗെർഷോമിൻ്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയേസർ വഴിക്കുള്ള അവൻ്റെ ചാർച്ചക്കാർ റഹാബിയ, അവൻ്റെ മകൻ യെശായ, അവൻ്റെ മകൻ യോറാം, അവൻ്റെ മകൻ സിക്രി, അവൻ്റെ മകൻ ഷെലോമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിൻ്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവേൽ, കിഷിൻ്റെ മകൻ സാവൂൾ, നേറിൻ്റെ മകൻ അബ്നേർ, സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും ചാർച്ചക്കാർക്കും ആയിരുന്നു. ഇസ്ഹാര്യരിൽ നിന്ന് കെനനിയായും പുത്രന്മാരും ഇസ്രായേലിൽ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണ്യരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാൻ്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും രാജ്യസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണ്യരുടെ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിൻ്റെ 40-ാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലെയാദിലെ
യാസറിൽ അതിപ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരും ആയി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.